ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ബെഡ്റൂം മേക്ക് ഓവറാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഒരു നോർമൽ ബെഡ്റൂം എങ്ങനെയാണ് മേക്ക് ഓവറിലൂടെ സുന്ദരമാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്മോൾ ബെഡ്റൂം. ഇത് നമുക്കൊന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കണം. ഒരു റൂം മേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 പോയിൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ചും ഒരു ചെറിയ റൂമാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിൻ്റ് മിനിമം ഫർണിച്ചർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഫർണിച്ചർ മാത്രം നമ്മുടെ റൂമിൽ ഇടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ് പ്രോപ്പർ പൊസിഷനിങ് ആണ്. ഓരോന്നിനും സൂട്ടായിട്ടുള്ള പൊസിഷൻ അറേഞ്ച് ചെയ്ത് അവിടെ മാത്രം നമ്മൾ ഫർണിച്ചറുകൾ ഇടുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ റൂമിന് ഒരു കളർ തീം ഉണ്ടായിരിക്കുക. സൂട്ടബിളായ ഏതെങ്കിലും കളർ തീം നമ്മുടെ റൂമിന് വേണ്ടി നമുക്ക് ചൂസ് ചെയ്യാം. ഈ ബെഡ്റൂം മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ്, അതേപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് അതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ഷോപ്പിംഗ് അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ റൂമിന് നല്ലൊരു പോസിറ്റീവ് മേക്ക് ഓവർ കൊടുക്കാൻ സാധിക്കും. റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുഷ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 1-2 ബുക്ക്, ഫ്ലവർ വേസ്, 1-2 ഇൻഡോർ പ്ലാന്റ്. ഞാനിവിടെ മണി പ്ലാന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഇൻഡോർ പ്ലാന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ചെറിയ ബെഡിൻ്റെ സൈഡ് ടേബിൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റൂമിന് ഉപയോഗിക്കുന്ന കളർ തീം വാം കളേഴ്സാണ്, ലൈറ്റ് കളേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ കർട്ടനൊക്കെ മാറ്റി നമുക്ക് വിൻഡോ കർട്ടൻ ഇടാം. ലൈറ്റ് കളേഴ്സിലുള്ള പ്രിൻറ്റഡ് കർട്ടനാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ കർട്ടൻ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ റൂമിന് ഒരു പ്രത്യേക ബ്രൈറ്റ് ആൻഡ് ഫീലിങ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ബെഡ്ഷീറ്റാണ്. അപ്പോൾ കർട്ടൻ പ്രിൻറ്റഡ് ആയതുകൊണ്ട് ഞാനിവിടെ പ്ലെയിൻ ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ റൂമിൽ ഒരു മേജർ പാർട്ടായിട്ട് വരുന്നത് ഈ വോളാണ്. ഈ വോൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ചലഞ്ച്. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കിവിടെ ചെറിയ 1-2 മിനുക്ക് പണികൾ ചെയ്യാനുണ്ട്. ഈ ബ്ലാങ്ക് ആയിട്ട് കാണുന്ന ഈ സ്റ്റൂളുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അത് നമുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വോൾ ഡെക്കറേറ്റ് ചെയ്യാം. വോൾ ഡെക്കറേഷന് വേണ്ടി ഞാൻ ലൈറ്റ് കളറിലുള്ള 2 ഷോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്കിനി വോളിലേക്ക് വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ശ്രമകരമായ ഒരു ജോലിയാണ്. കുറച്ച് സമയം എടുത്തിട്ട് ഒരാളുടെ ഹെൽപ്പോട് കൂടി മാത്രമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റൂളിലിരുന്ന് ഗിറ്റാർ വായിക്കുന്ന ടെഡി കുട്ടിനെ കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഒന്നുകൂടെ ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടി നമുക്കൊരു പെർഫ്യൂമിൻ്റെ ക്യാൻഡിൽ ഒന്ന് ഓൺ ചെയ്യാം.
റൂം മേക്ക് ഓവർ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ ചെറിയൊരു ലൈറ്റിംഗ് കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടൻ ഡോറിൻ്റെ സൈഡ് വശങ്ങളിലേക്കായിട്ട് ലൈറ്റിംഗ് ഞാനിവിടെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഓവറോൾ ലുക്ക് ഇതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.